Good morning, students. Adutha question idana. If A and B are non-singular matrices of same order with determinant A is equal to 5, then determinant B inverse AB whole square is equal to 4 options നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഓപ്ഷൻ എ എന്താണ്? 5 ആണ്. ഓപ്ഷൻ ബി 5 സ്ക്വയർ ആണ്. ഓപ്ഷൻ സി 5⁴ ആണ്. ഓപ്ഷൻ ഡി 5⁵ ആണ്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിറ്റർമിനന്റ് എ ബി നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് എഴുതാം. ഡിറ്റർമിനന്റ് എ ബി സി ആണെങ്കിലോ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് സി എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയാം. അതിനെ ബേസ് ചെയ്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് എ ബി ദ ഹോൾ സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് എ ബി ദ ഹോൾ സ്ക്വയർ. ഈ ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് എ ബി ന്റെ ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് എ ഡിറ്റർമിനന്റ് ബി ദ ഹോൾ സ്ക്വയർ. ഇനി ഫസ്റ്റും ലാസ്റ്റും കൂടി ക്ലിപ്പ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് ബി എന്താണ്? ഐ. ഐ ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്താണ്? ഡിറ്റർമിനന്റ് എ. അപ്പൊ ഡിറ്റർമിനന്റ് എ ദ സ്ക്വയർ. ഡിറ്റർമിനന്റ് എ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഈ റിസൾട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി. ഡിറ്റർമിനന്റ് എ ബി സി ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് സി. ആ റിസൾട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. ഈ രണ്ട് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം. ഓരോ പ്രോബ്ലം പറയുമ്പോഴും ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട തിയറി കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും എഴുതിയെടുത്തോളൂ. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം കേട്ടോ. ഓപ്ഷൻ ബി ആണ് 5 സ്ക്വയർ ആണ് ഇതിന്റെ ആൻസർ. ഈ പ്രധാനപ്പെട്ട ഓരോ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇനി ഇതുപോലെ വേറെ പ്രോബ്ലം വരുമ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഡിറ്റർമിനന്റ് ബി ഇൻവേഴ്സ് എ ബി ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ആദ്യ റിസൾട്ട് ഉപയോഗിച്ചു, രണ്ടാമത്തെ റിസൾട്ട് ഉപയോഗിച്ചു. അങ്ങനെ രണ്ട് റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത് കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം മാച്ചുള്ളതാണ് കേട്ടോ. പ്രോബ്ലം നമ്പർ 4, നാലാമത്തെ. നാലാമത്തെ പ്രോബ്ലം. The value of n, the value of n such that the differential equation x raised to n dy by dx is equal to y into log y minus log x plus 1, where
x, y belongs to R plus, positive real numbers. X, y belongs to R plus. Is homogeneous. Is homogeneous. Is the option A 0, option B 1, option C 2, option D 3. ഇതാണ് എന്നിന്റെ വാല്യൂ എന്തായാൽ ഇത് ഹോമോജീനിയസ് ആകുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ ഹോമോജീനിയസ് ആകണമെങ്കിൽ dy by dx എന്തായിരിക്കണം? dy by dx എന്ന് പറഞ്ഞാൽ f of y by x. dy by dx എന്നുള്ളത് f of y by x. ഇനി dx by dy ആണെങ്കിലോ dx by dy ആണെങ്കിൽ f of x by y. ഇങ്ങനെയായിരിക്കും. dy by dx equal to f of y by x ആണെങ്കിൽ ഇത് ഹോമോജീനിയസ് ആയിരിക്കും. അപ്പോ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ്? x raised to n into dy by dx equal to y into log y minus log x plus 1 എന്നാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ x raised to n dy by dx is equal to y into log y minus log x plus log 1 നമുക്ക് എന്ത് എഴുതാം? log e എന്ന് എഴുതാം. ഇതിനു ശേഷം എന്ത് ചെയ്യുക? y into log y minus log x എന്താണ്? log a minus log b log a by b log y by x plus log e എന്ന് പറഞ്ഞാൽ എന്താണ്? y into log e into y by x. അതാണ് x raised to n dy by dx. Then dy by dx എന്ന് പറയുമ്പോൾ എന്ത് വരും നോക്കി? dy by dx എന്ന് പറഞ്ഞാൽ x raised to n അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ y by x raised to n log e into y by x. ഇനി n ന് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? When we put n is equal to 1, we get dy by dx is equal to y by x log e y by x. That is f of y by x. That is f of y by x. അപ്പോൾ നമുക്ക് dy by dx equal to f of y by x കിട്ടി. Therefore n ന്റെ വാല്യൂ എന്തായിരിക്കണം? n ന്റെ വാല്യൂ 1 ആയിരിക്കും. n should be 1. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഡിഫറൻഷിയേഷൻ എന്തായിരിക്കും? ഒരു ഹോമോജീനിയസ് ആയിരിക്കും. അപ്പൊ ഹോമോജീനിയസ് ആകണമെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആകണമെങ്കിൽ dy by dx equal to f of y by x. dy by dx equal to f of y by x. അല്ലെങ്കിൽ dx by dy ആണെങ്കിലോ f of x by y. ആ ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ y into log y minus log x plus log e എങ്ങനെ എഴുതി? log y minus log x നെ log a minus log b log a by b. ഇവിടെ log e. ഇനി log a plus log b എന്താണ്? log ab log e into y by x. then dy by dx ഓടെ നിർത്തിയതിനു ശേഷം x raised to അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ y by x raised to n log e raised into y by x. ഇത് നമ്മൾ എന്ത് ചെയ്തു? n ന് 1 കൊടുക്കുമ്പോൾ dy by dx equal to y by x log e y by x. That is equal to എന്താണ്? f of y by x. Therefore നമ്മുടെ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ ബി n is equal to 1 ആണ് ശരി കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തോളൂ. അപ്പോൾ ഇതിലെ ആ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. dy by dx f of y by x അല്ലെങ്കിൽ dx by dy ആണെങ്കിൽ f of x by. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഫോമിലോട്ട് കിട്ടും. Therefore ഇവിടെ n ന്റെ വാല്യൂ 1 വന്നാൽ ഇത് ഹോമോജീനിയസ്